നിറയെ ചാമ്പയ്ക്ക ഉണ്ടായിരുന്ന മരമായിരുന്നു, ഇപ്പോൾ ഒക്കെ നിലത്ത് വീണിട്ടുണ്ട്. അതിൽ നല്ല നോക്കി കുറച്ച് പൊട്ടിച്ചെടുത്തു. സാധാരണ നമ്മൾ ചാമ്പയ്ക്ക നല്ല ഫ്രഷായിട്ട് എടുക്കുമ്പോൾ എന്താ ചെയ്യുക, ഒന്നുമില്ല അത് ഉപ്പ് കൂട്ടി നമ്മൾ കഴിക്കും, അല്ലെങ്കിൽ ഉപ്പിലിട്ട് കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ അച്ചാറിടും അല്ലേ. അപ്പോൾ ഇതൊന്നും അല്ലാണ്ടൊരു വെറൈറ്റി ആയിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ചാമ്പയ്ക്കയും മുളകും കഴുകി വൃത്തിയാക്കി എടുത്തു. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു, എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. കടുക് പൊട്ടുമ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ഒരു 3-4 എണ്ണം ജസ്റ്റ് അതിൻ്റെ നടുഭാഗം ഒന്ന് കീറിയിട്ട് ഇങ്ങനെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മുളക് മൂത്ത് വരുമ്പോൾ ഒരു വെള്ള കളർ ഉണ്ടാവും മുളകിൻ്റെ മേലെ. ആ സമയത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന്, അത് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം കായപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക ഇതുപോലെ രണ്ടായിട്ട് കീറി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ചാമ്പയ്ക്ക ഇട്ട് കഴിഞ്ഞാൽ ഒരുപാടിട്ട് തിളപ്പിക്കരുത്. ജസ്റ്റ് ലോ ഫ്ലെയിമിലൊന്ന് ജസ്റ്റ് ഒന്ന് മുളകും എരിവും ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ചെടുക്കാനായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുക. അതിനുശേഷം നല്ല കട്ടയായിട്ടുള്ള തൈരെടുത്ത് അതിലേക്ക് നമ്മൾ ഈ ചാമ്പയ്ക്ക കൂട്ടൊഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അടിപൊളി ടേസ്റ്റ്, നമ്മൾ ചോറിനൊരു കിടിലൻ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ സേവ് ചെയ്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചാമ്പയ്ക്ക് അധികം വേവാത്തതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കടിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.